ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തിരൂർ നഗരസഭയിലെ 10ാമത് ഭരണസമിതിയുടെ പ്രഥമ ബജറ്റിനൊപ്പം ചരിത്രത്തിലേക്ക് നടന്ന ഉപാധ്യക്ഷ സിന്ധു മംഗലശ്ശേരി. നഗരസഭാ ചരിത്രത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ UDF കൌൺസിലർ എന്ന ഖ്യാതി ഇനി സിന്ധുവിന് സ്വന്തം. കൌൺസിലറായ ആദ്യ തവണ തന്നെ ഉപാധ്യക്ഷ പദവിയിലെത്തിയതിന് പിന്നാലെയാണ് സിന്ധുവിന് ചരിത്ര നിയോഗം കൂടി കൈവന്നത്. ടൗൺ ഹാൾ വാർഡിൽ നിന്ന് വിജയിച്ചാണ് 43-കാരിയായ സിന്ധു നഗരസഭാ കൌൺസിലറായത്. മലപ്പുറം ജില്ലയിലെ ആദ്യ 1ാം ഗ്രേഡ് നഗരസഭയായ തിരൂരിന്റെ ചരിത്രത്തിലാണ് സിന്ധു മംഗലശ്ശേരിക്ക് ഇടം ലഭിച്ചിരിക്കുന്നത്. മുൻ നഗരസഭാ ഉപാധ്യക്ഷയ്ക്കെതിരെയായിരുന്നു ടൗൺ ഹാൾ വാർഡിൽ കൈപ്പത്തി ചിഹ്നത്തിൽ സിന്ധു മത്സരിച്ചത്. വിജയത്തിന് പിന്നാലെ ഉപാധ്യക്ഷ പദവിയും തേടിയെത്തി. മന്ത്രി വി അബ്ദുറഹ്മാൻ, പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് KA പത്മകുമാർ, 10 വർഷം ബജറ്റ് അവതരിപ്പിച്ച് അപൂർവ നേട്ടത്തിനുടമയായ P രാമൻകുട്ടി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരുടെ പിൻഗാമിയായാണ് സിന്ധു ഉപാധ്യക്ഷ പദവിയിലെത്തിയത്. അധികാരമേറ്റ 2 മാസത്തിനകം ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എന്ന നിലയിൽ ഭരണസമിതിയുടെ കന്നി ബജറ്റിന് നേതൃത്വം നൽകാനായി. കോൺഗ്രസിലെ വസന്ത പുളിക്കൽ, ലീഗിലെ TC സുബൈർ മാസ്റ്റർ, ഷിജി പള്ളിയേരി, ഫസീല അയ്യൂബ്, CPMലെ സരോജാദേവി, മാടമ്പാട്ട് ഷാഫി എന്നിവരാണ് സ്ഥിരം സമിതിയിലെ മറ്റ് അംഗങ്ങൾ. ത്രിതല പഞ്ചായത്തുകളിൽ പദവികൾ ഉൾപ്പെടെ 50% വനിതാ സംവരണം നടപ്പിലായതോടെയാണ് ഉപാധ്യക്ഷ പദവികളിൽ വനിതകൾക്ക് പ്രാതിനിധ്യം ലഭിച്ചത്. പക്ഷേ സംവരണം നടപ്പായ ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം UDF ഭരണത്തിലെത്തുമ്പോൾ ഉപാധ്യക്ഷ പദവി ജനറൽ വിഭാഗമായിരുന്നു. അതിനാലാണ് ഇതുവരെ വനിതാ ഉപാധ്യക്ഷ ഇല്ലാതെ പോയത്. തുടക്കക്കാരി എന്ന പരിഭ്രമമോ പരവേശമോ കൂടാതെയായിരുന്നു സിന്ധുവിന്റെ ബജറ്റ് അവതരണം. നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിക്കും മറ്റ് UDF കൌൺസിലർമാർക്കും ഒപ്പമാണ് കൌൺസിൽ ഹാളിലേക്ക് എത്തിയത്. വൈകാതെ ബജറ്റ് അവതരണത്തിന് ചെയർമാന്റെ ക്ഷണമെത്തി. വിവിധ പദ്ധതികളും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നഗരസമഗ്ര വികസനവുമാണ് ലക്ഷ്യമിടുന്നത്. ടൂറിസം ആകർഷിക്കുന്ന രീതിയിൽ നദീതീരത്ത് പാർക്കുകളും സഞ്ചാര പാതകളും ഉൾക്കൊള്ളിച്ചതാണ് ഈ ബജറ്റ്. ഈ ഭരണസമിതിയുടെ ആദ്യത്തെ ബജറ്റ് എന്ന നിലയിൽ തിരൂർ പട്ടണത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ രാജീവ് ഗാന്ധി സ്റ്റേഡിയം നവീകരണവും നഗരസഭയുടെ അനക്സ് കെട്ടിടം നിർമ്മാണം തുടങ്ങിയ ധാരാളം വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വലിയ അഭിമാനമുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന ജനപ്രതിനിധികൾ, സെക്രട്ടറി ഉദ്യോഗസ്ഥർ, ബജറ്റ് തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ വൈസ് ചെയർപേഴ്സൺ, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എല്ലാവർക്കും നന്ദി കടപ്പാടം അറിയിക്കുന്നു. നമ്മുടെ നഗരത്തിന്റെ വികസനത്തിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സൺ സാദരം ക്ഷണിച്ചോളാം. 15 മിനിറ്റോളം നീണ്ട ബജറ്റ് പ്രസംഗം അവതരണ ശൈലിയിൽ മികച്ചതായിരുന്നു. 53 പേജുള്ള ബജറ്റിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് കൌൺസിലിൽ വായിച്ച് അവതരിപ്പിച്ചത്. നഗരത്തിന്റെ വമ്പൻ സ്വപ്ന പദ്ധതികൾക്കെല്ലാം കന്നി ബജറ്റിൽ ഇടം നൽകാനായെന്നതിൽ സിന്ധുവിന് അഭിമാനിക്കാനാകും. നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെ തയ്യാറാക്കിയ ബജറ്റ് കുറ്റമറ്റ രീതിയിൽ അവതരിപ്പിക്കാനായി എന്നതും സിന്ധുവിന് അഭിമാനിക്കാൻ വക നൽകുന്നു. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.